സുധാകരന്മാർ കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്ത് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തെ വട്ടം കറക്കുന്നത് അമ്പലപ്പുഴക്കാരനായ ജി സുധാകരനാണെങ്കിൽ കോൺഗ്രസിനെ വട്ടം ചുറ്റിക്കുന്നത് കണ്ണൂരുകാരനായ കെ സുധാകരനാണ്. കെ സുധാകരൻ നിലവിൽ കണ്ണൂരിൽ നിന്നുള്ള MP കൂടിയാണ്. ജി സുധാകരൻ എന്തുകൊണ്ടാണ് CPM-നെയും LDF-നെയും വട്ടം ചുറ്റിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ പിന്നീട് പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സഹികെട്ട് പൊറുതിമുട്ടി ജി സുധാകരൻ ഒടുവിൽ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറി ജി സുധാകരൻ അമ്പലപ്പുഴ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത്. സമാനമല്ല കോൺഗ്രസിലെ കെ സുധാകരൻ്റെ അവസ്ഥ. കെ സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്നു. അനാരോഗ്യം നിമിത്തം അദ്ദേഹത്തിന് പ്രസിഡന്റ് പദവി ഒഴിയേണ്ടി വന്നെങ്കിലും അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടി അദ്ദേഹത്തെ അനുവദിച്ചു. മത്സരിച്ച് ജയിച്ച അദ്ദേഹം നിലവിൽ MP-യാണ്. എന്നാൽ കെ സുധാകരന് ഡൽഹിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പോലും അവിടെ പണിയില്ലാതെ ഇരിക്കുമ്പോഴാണോ കെ സുധാകരൻ ഡൽഹിയിൽ ചെന്ന് മലമറിക്കാൻ പോകുന്നത്? ഇത് മറ്റാരെക്കാളും നന്നായി സുധാകരൻ അറിയാം. കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കോൺഗ്രസിൻ്റെ MP-മാർ മുഴുവനും ചൊറിയും കുത്തി പാർലമെൻറ്റിൽ ഇരിക്കുകയാണ് എന്ന ഒരു ആക്ഷേപമുണ്ട്. UDF-ൻ്റെ MP-മാർ NK പ്രേമചന്ദ്രൻ ഒഴിച്ച് മറ്റാരും തന്നെ കാര്യമായ ഒരു പെർഫോമൻസ് പാർലമെൻറ്റിൽ കാഴ്ചവെക്കുന്നില്ല. പ്രേമചന്ദ്രനാകട്ടെ തരവും തഞ്ചവും നോക്കി നരേന്ദ്രമോദിയിൽ നിന്ന് തൻ്റെ ലോക്സഭാ മണ്ഡലമായ കൊല്ലം ജില്ലയിലേക്ക് കാര്യമായ വികസന പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടുന്ന കേന്ദ്ര ഫണ്ട് ഒക്കെ എത്തിക്കുന്നുണ്ട്. അത് റെയിൽവേ മേഖലയായാലും ശരി, മറ്റ് പല മേഖലകളിലും പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് അല്ലെങ്കിൽ ഭരിക്കുന്ന NDA മുന്നണിയുമായിട്ട് നല്ല ബന്ധം പുലർത്തി കൃത്യമായി തൻ്റെ മണ്ഡലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് പോയ MP-മാരുടെ കഥ അതല്ല. അവർക്കാർക്കും തന്നെ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വെറുതെ പ്ലക്കാർഡ് ഉയർത്തി പാർലമെൻറ്റിനുള്ളിൽ മുദ്രാവാക്യം വിളിച്ച് രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിച്ച് സമയം കളയാമെന്നല്ലാതെ മറ്റ് യാതൊരു പ്രയോജനവുമില്ല. അടുത്ത കാലത്തെങ്ങും പ്രയോജനമുണ്ടാകുമെന്നും തോന്നുന്നില്ല. നരേന്ദ്രമോദി ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറിയാൽ പോലും കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നേ കരുതുന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ ഡൽഹിയിൽ തുടരുന്നത് ബുദ്ധിയല്ല എന്ന് കെ സുധാകരൻ അറിയാം. കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിൻ്റെ എല്ലാ MP-മാർക്കും ഇക്കാര്യം അറിയാം. 18 MP-മാരാണ് UDF-ൽ നിന്ന് ജയിച്ചത്. അതിൽ ഏതാണ്ട് 4 പേർ കഴിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ 2 പേരും NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജും കഴിച്ചാൽ ബാക്കി 14 പേർ കോൺഗ്രസിൻ്റെ MP-മാരാണ്. ഈ 14 പേർക്കും നല്ല ബോധ്യമുണ്ട് അവിടെ തുടർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന്. അതിനാൽ തന്നെ അവർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ ഭരണം 10 വർഷത്തെ തുടർച്ചയായ ഭരണം കൊണ്ട് ജനങ്ങളെല്ലാം സ്വർഗീയ സുഖം അനുഭവിക്കുകയാണ്. ആ സ്വർഗീയ സുഖം മടുത്ത് ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ UDF അധികാരത്തിൽ വരണം എന്നാണ് കോൺഗ്രസ്സുകാരുടെ ചിന്ത. അങ്ങനെ ജനങ്ങൾക്ക് ഒരല്പം സുഖക്കുറവ് ഉണ്ടാക്കിക്കൊടുക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണ്. കേന്ദ്രത്തിലെ MP സ്ഥാനം തങ്ങൾക്ക് വേണ്ട
എന്ന് പറയുന്ന 5-ലധികം MP-മാർ നിലവിൽ കോൺഗ്രസിനുണ്ട്. ഷാഫി പറമ്പിലും അടൂർ പ്രകാശും കെ സുധാകരനും മാത്രമല്ല, ഇങ്ങറ്റത്ത് കാസർഗോഡ് നിന്ന് ജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ കേരളത്തിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹം കലശലായിട്ട് ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും, അതായത് ഷാഫി പറമ്പിലിനും അടൂർ പ്രകാശിനും കെ സുധാകരനും ഒന്നും പച്ചക്കൊടി കാണിക്കാത്ത ഹൈക്കമാൻഡ് തൻ്റെ കാര്യത്തിൽ ചുവന്ന കൊടി ഉറപ്പായിട്ടും കാണിക്കും എന്ന് രാജ്മോഹന് ഉണ്ണിത്താൻ അറിയാമെന്നതുകൊണ്ട് അദ്ദേഹം മിണ്ടാതെ ഡൽഹിയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. എന്നാൽ കെ സുധാകരൻ അങ്ങനെ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല. അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയാണ്. അതിന് സുധാകരന് അർഹതയുണ്ടോ എന്ന ചോദ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അർഹതയുണ്ട് എന്നാണ് സുധാകരൻ്റെ ഉത്തരം. കാരണം 90കളിലും 2000-ൻ്റെ ആദ്യ പകുതിയിലുമൊക്കെ കണ്ണൂരിൽ നടന്ന സംഘർഷത്തിൽ, ഏറ്റുമുട്ടലിൽ കോൺഗ്രസിൻ്റെ നില ഭദ്രമാക്കി തുടർന്നു കൊണ്ടുപോയത് താൻ ഒറ്റയ്ക്കാണ്. കോൺഗ്രസിനെ ആ മണ്ണിൽ നിന്ന് പിഴുതെറിയാനായിരുന്നു CPI-എമ്മിൻ്റെ ഉദ്ദേശം. അതിന് അവർ തലങ്ങും വിലങ്ങും ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തി ഒക്കെ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വേരുകൾ കണ്ണൂർ മണ്ണിൽ നിലനിർത്തിയത് താൻ ഒറ്റയ്ക്കാണ്. അടിക്കടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര എന്ന മട്ടിൽ കണ്ണൂർ രാഷ്ട്രീയത്തെ കുരുതിക്കളമാക്കിയിട്ട് ആണെങ്കിലും സുധാകരൻ കോൺഗ്രസിനെ കണ്ണൂരിൽ നിലനിർത്തി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് താനും. CPM-ൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, കഠാര രാഷ്ട്രീയത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ കെ സുധാകരനല്ലാതെ കണ്ണൂരിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനും സാധിച്ചില്ല. അതൊരു പരമമായ സത്യം തന്നെയാണ്. അങ്ങനെ കണ്ണൂരിനെ പൂർണ്ണമായിട്ടും ചുവപ്പിന് വിട്ടുകൊടുക്കാതെ തടഞ്ഞു നിർത്തിയ ത്യാഗസന്നദ്ധനായ ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. താൻ പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചു. കാരണം CPM-നോട് ഏറ്റുമുട്ടി നിൽക്കാൻ മറ്റാർക്കും കഴിയില്ല. നമുക്കറിയാവുന്നതാണ്, RSS എന്ന ഇന്ത്യ മുഴുവനും പടർന്നു പന്തലിച്ച പ്രസ്ഥാനം വലിയ സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും നടുവിലാണ് CPM-നോട് പൊരുതി നിൽക്കുന്നത്. അതുപോലെ കേവലം ഒരു വ്യക്തിക്ക് നിൽക്കുക അസാധ്യമാണ്. എന്നിട്ടും കെ സുധാകരൻ അവിടെ പിടിച്ചു നിന്നു. കണ്ണൂരിൻ്റെ മണ്ണിൽ കോൺഗ്രസിനെ നിലനിർത്തി. കോൺഗ്രസിൻ്റെ പതാക വാനിൽ ഉയർത്തി കളിക്കാൻ സുധാകരനാണ് അവസരം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തിന് വലിയ അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. താൻ അതിന് അർഹനാണ്, യോഗ്യനാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തന്നെ അനുവദിക്കണം. ഇനി ഹൈക്കമാൻഡ് അത് അനുവദിച്ചില്ലെങ്കിൽ താൻ സ്വതന്ത്രനായിട്ട് വേണമെങ്കിലും മത്സരിക്കും. ഇക്കാര്യത്തിൽ തനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല എന്നാണ് കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ നിരത്തി വച്ചിരിക്കുന്ന ഭീഷണി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കണ്ണൂരിൽ കെ സുധാകരന് സമം കെ സുധാകരൻ മാത്രമാണ്. കോൺഗ്രസ് സമം കെ സുധാകരൻ എന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കെ സുധാകരന് പകരം വയ്ക്കാൻ കണ്ണൂർ കോൺഗ്രസ് ആയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെ അനിഷേധ്യനായ ഒരു നേതാവായി കെ സുധാകരൻ കണ്ണൂരിൽ തുടരുമ്പോൾ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് സുധാകരൻ്റെ പേരല്ലാതെ മറ്റാരുടെ പേരാണ് പറയുക? ഇത്തരത്തിൽ ഒരു വലിയ വെല്ലുവിളി സുധാകരൻ അവിടെ ഉയർത്തിയിരിക്കുകയാണ്. സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് സുധാകര അനുകൂലികളും അനുയായികളും ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ സുധാകരൻ്റെ ഭീഷണിക്ക് വഴങ്ങുമോ, ഒത്തുതീർപ്പിന് തയ്യാറാകുമോ,
എന്നൊക്കെയുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും പെട്ടെന്നൊരു ഉത്തരവും പറയാൻ കഴിയുന്നില്ല. കാരണം സുധാകരനെ പിണക്കിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ, പ്രത്യേകിച്ചും കോഴിക്കോടിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ, കണ്ണൂർ, അതുപോലെ തന്നെ കാസർഗോഡ്, ഈ ജില്ലകളിലെല്ലാം കനത്ത തിരിച്ചടി കോൺഗ്രസ്സിന് കിട്ടും എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഹൈക്കമാൻഡിനും അറിയാം. കേരളത്തിൽ നിന്ന് പോയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്ന, സംഘടനാ ചുമതല കൂടി വഹിക്കുന്ന ജനറൽ സെക്രട്ടറി, ആലപ്പുഴയുടെ സ്വന്തം MP KC വേണുഗോപാലിനും ഇത് നന്നായിട്ടറിയാം. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അടുപ്പക്കാരനാണ് KC വേണുഗോപാൽ. പക്ഷേ ആ KC വേണുഗോപാലിന് പോലും K സുധാകരനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യമില്ല. കാരണം സുധാകരൻ ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്, പറഞ്ഞാൽ പറഞ്ഞതാണ്, അത് ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. ഇത് മറ്റാരെക്കാളും നന്നായിട്ട് KC വേണുഗോപാലിനറിയാം. തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഇതൊക്കെ അറിയാം. അതുകൊണ്ട് സുധാകരനെ പിണക്കുന്നത് ബുദ്ധിയല്ല. സുധാകരൻ വേണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ വടകര വിട്ട് പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഷാഫി പറമ്പിലിൻ്റെ നിവേദനവും, അതുപോലെ തന്നെ മറ്റു പലരും, അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കണം എന്ന് അടൂർ പ്രകാശ് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായം കൂടി അത് ആഗ്രഹിക്കുന്നു. അവരത് തുറന്നു പറഞ്ഞിരിക്കുന്നു. ശിവഗിരി മഠം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശിനെ കോന്നിയിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം. ഇങ്ങനെയെല്ലാം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെക്ക് ഒരു G സുധാകരനും വടക്ക് ഒരു K സുധാകരനും, രണ്ട് മുന്നണികൾക്കും ആ മുന്നണികൾക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. നിസ്സാരമല്ല ഇത്. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന നാളുകൾ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും ചികിത്സ കഴിഞ്ഞ് വീണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഡൽഹി വാസം അത്ര എളുപ്പവുമല്ല. എന്നാൽ കേരളത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ തുടർന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പോകാം. അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകും: K സുധാകരനെ പിണക്കിക്കൊണ്ട് കണ്ണൂർ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കണ്ണൂർ മാത്രമല്ല, വടകര ലോക്സഭ മണ്ഡലം ഉൾപ്പെടുന്ന എല്ലാ സ്ഥലത്തും, കണ്ണൂരിലും കാസർഗോഡുമൊക്കെ സുധാകരൻ എഫക്റ്റ് വർക്കൗട്ടാകും എന്ന് CPM തിരിച്ചറിയണം. പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുകളുണ്ട്. ഇതൊരു പുതിയ തരം വിഭാഗീയതയാണ്. കാരണം VD സതീശൻ്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ സീറ്റ് മോഹികളായ കുറേ ആൾക്കാർ വലിയ രീതിയിൽ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ സീറ്റ് മോഹികൾക്കൊപ്പം കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ MP-മാർ കൂടി ചേരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുമോ, കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസ്സുകാർക്ക് ആർക്കും തന്നെ വ്യക്തമായ ഒരു മറുപടി നൽകാൻ സാധിക്കുന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. K സുധാകരൻ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമോ, മത്സരിച്ചാൽ ജയിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നാലെ വരേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതോടുകൂടി ഇക്കാര്യങ്ങൾ വ്യക്തമാകും. അതിനുശേഷം നമുക്ക് കൂടുതൽ ഇതേക്കുറിച്ച് ചർച്ചകളും സംവാദങ്ങളും ആകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.